നമ്മൾ ബാങ്കോക്ക് നഗരത്തിൻ്റെ നടുവിലുള്ള ഒരു ഖാവസാൻ റോഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ് പോകുന്നതെന്ന്. ഈ ബോട്ട് ജെട്ടി അതിന് പേര് ഫ്ര ആർത്തിറ്റ് പയർ എന്നാണ്. പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടൊക്കെ ലാൻഡ് ചെയ്യുന്ന സ്ഥലം, അങ്ങനെയാണ് അർത്ഥം. അപ്പം നമ്മളവിടെ പോയിട്ട് സിറ്റി ഈ നഗരത്തിന് നടുവിൽ കൂടെ ഈ വലിയൊരു നദി ഒഴുകുകയാണ്. ഷാവോ ഫ്രായ റിവർ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഒരു വലിയ നദിയാണ്. ഒരു 200 മുതൽ 1200 മീറ്റർ വരെയൊക്കെ ചില സ്ഥലങ്ങളിൽ വീതിയുണ്ട്. അതുപോലെ കുറേ ആഴം, നടുഭാഗത്തൊക്കെ 20 കിലോമീറ്റർ വരെ ആഴം ഉണ്ടെന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞത്. ഞങ്ങളവിടെ പോയിട്ട് നമ്മളൊരു വൈകുന്നേരത്തെ ഒരു ബോട്ട് ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ നമുക്കുള്ള ബോട്ട് വന്നു. അതൊരു വലിയ ബോട്ടാണ്. ഇതിനൊരു അപ്പർ ഡെക്കും കൂടെ ഉണ്ട്. നമ്മൾ എറണാകുളത്തൊക്കെ ഈവനിങ് ബോട്ട് സവാരിക്ക് പോകല്ലോ മറൈൻ ഡ്രൈവിൽ നിന്ന്, അതുപോലെ തന്നെ ഉള്ളൊരു ബോട്ടാണ്. കുറച്ചും കൂടെ വലുതും കുറച്ചും കൂടെ ഭംഗിയുള്ളതുമൊക്കെ ആണെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ടൂറിസ്റ്റുകളാണ് അധികം ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഏറ്റവും മേലത്തെ ഡെക്കിലേക്ക് പോയി. പിന്നെ ഇത് വൈകുന്നേരം ഒരു സമയമാണ്. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് ആ ഒരു വെയിലൊക്കെ പോയി എല്ലാവരും നല്ലൊരു അന്തരീക്ഷം ആണ് ഈ സമയത്ത്. പിന്നെ നമ്മളങ്ങനെ നദിയുടെ നടുവിൽ കൂടെ പോവുകയാണ്. അപ്പം ചുറ്റും ഇതിൽ ബാങ്കോക്കിലെ തന്നെ പ്രധാനപ്പെട്ട പല ബിൽഡിങ്ങുകളും മോണുമെൻറ്റ്സും ഒക്കെ കാണാം. പിന്നെ കുറേ പാലങ്ങളുണ്ട് ഈ നദിയുടെ കുറുകെ. അപ്പോൾ ചില പാലങ്ങളുടെ അടിയിൽ കൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ ഇതൊരു ഫെറി ബോട്ടാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെറി ബോട്ടാണ്. പക്ഷേ അല്ലാത്ത ഈ സവാരിക്ക് പോകുന്ന തരം ബോട്ടുകൾ വേറെ ഉണ്ട്. അത് ചെറുതും വലുതും പിന്നെ സ്പീഡ് ബോട്ടും അങ്ങനെ പലതും നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഈ സമയമായതുകൊണ്ട് തന്നെ പിന്നെ ഈ അസ്തമയ സൂര്യൻ്റെ ഈ ഒരു കളറൊക്കെ ഈ ബിൽഡിങ്ങിലൊക്കെ പടർന്ന് നല്ല ഭംഗിയുള്ളൊരു നല്ല രസമുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ബോട്ടിങ്ങിന് പോകുമ്പം ഇടയ്ക്ക് പിന്നെ ഓരോരോ ബോട്ട് ജെട്ടികളൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇടയ്ക്ക് നിർത്തുന്നുണ്ട്. പിന്നെ ആൾക്കാരെ കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഒത്തിരി സ്പീഡ് ബോട്ടുകളും ചെറിയ ബോട്ടുകളും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു വൈകുന്നേരമായിരുന്നു അത്. മഹാരാജ് പയർ ഈ ബോട്ട് പോകുന്ന വഴിയിൽ നഗരത്തിലെ ഒത്തിരി ഐക്കോണിക്കായിട്ടുള്ള ഒത്തിരി ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അമ്പലങ്ങളും ടെമ്പിൾസും പിന്നെ കൊട്ടാരങ്ങളും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ പോകുന്നത് ഒരു ഐക്കോൺ സിയാം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട്. അതൊരു വലിയൊരു ലോകം തന്നെയാണ്. ഷോപ്പിംഗ് മാൾ മാത്രമല്ല, അതിനോട് ചുറ്റിപ്പറ്റി കുറേ ആക്ടിവിറ്റീസും കുറേ പാർക്കുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് ശരിക്കും ഈ ബോട്ട് പോകുന്നത്. നമ്മൾ ആ ഐക്കോൺ സിയാമിലെ കാഴ്ച. ഇപ്പോൾ നമ്മൾ ദൂരെ കാണുന്നതാണ് ദ ഗ്രാൻഡ് പാലസ്. തായ്ലൻഡിലെ ഗ്രാൻഡ് പാലസാണ് ഈ കാണുന്നത്.